ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പൊ ഞാനൊന്ന് മുടി വെട്ടാൻ പോണിയാണ്. ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഡാഡിയുടെ ബർത്ത്ഡേയും പിന്നെ ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ പരിപാടി നമ്മൾ ഇന്ന് നടത്തുന്നത്. നാളെ രാത്രിയാണ് ആക്ച്വലി പരിപാടി, ഐ മീൻ ആനിവേഴ്സറി. പക്ഷെ നമ്മൾ ഇന്ന് ഫാമിലീനെയൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയ ഗെറ്റ് ടുഗെദർ, പിന്നെ നാളെ കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ എപ്പോഴും മുടി വെട്ടാൻ പോകുന്നത് നമ്മുടെ ഗ്ലാംസിലാണ് പോകുന്നത്. So let's go. Yes, they are glams. A bit short കാരണം എന്നെ വളർന്ന മുടിയൊക്കെ ഭയങ്കര നേരിയതായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം ഞാൻ ഫെദറ വെട്ടിയത്. ബേബിനെ കൊല്ലുമെന്ന് നോക്കാൻ നോക്ക്. ഹായ്. ഹായ് ഗൈസ്, ഫൈനലി ഞാൻ റെഡിയായി. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ട്രൈപോഡ് ഉണ്ടായിരുന്നൊക്കെ എടുക്കാം. കുറേ ഓട്ടമായിരുന്നു, കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇപ്പം സമയം 8 മണിയായി. ഇപ്പോഴാണെല്ലാം കഴിഞ്ഞത്. ഞാൻ റെഡിയായി. ഞാൻ ഒരു ചുരിദാർ ഇട്ടത് എനിക്ക് ആക്ച്വലി ലാസ്റ്റ് ഇയർ നമ്മുടെ വെഡ്ഡിങ്ങിന് എൻ്റെ കസിൻസ് തന്നതാണ്. ഞാൻ തയ്പ്പിച്ചിട്ട് എനിക്ക് ഇതുവരെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് തന്നെ ഇടാൻ എന്തായാലും. പിന്നെ നമ്മളെടുത്തേക്കുന്ന ഡ്രസ്സ് ഞാൻ നാളെ ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുൾ തിരക്കും ബഹളങ്ങളാണ്. സോ നമുക്ക് കേക്ക് മുറി പരിപാടിയിലോട്ടൊക്കെ കിടക്കാം. ഓക്കെ, എൻ്റെ സിസ്റ്റർ ആഗ്നസ് ഇസ് കമ്മിങ് ബിക്കോസ് ഷീ ഈസ് എ ഫേമസ് യൂട്യൂബർ. അതെ, എൻ്റെ ബിഗ്ഗസ്റ്റ് ഫാൻ. എൻ്റെ ബിഗ്ഗസ്റ്റ് ഫാൻ, എൻ്റെ മേക്കപ്പ് ഇപ്പം കളഞ്ഞാണ്. മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ, മൈ ബിഗ്ഗസ്റ്റ് സിസ്റ്റർ. ലവ് യു. ഹാപ്പി ബർത്ത്ഡേ. മമ്മി വാ, എല്ലാവർക്കും ഒരു പീസ് കൂടി. ഡാഡി അതൊക്കെ ശരിയാ. ഡാഡി വരും. മമ്മി വരും. ഒരു ഫോട്ടോ എടുത്തോട്ടെ. Happy birthday to you. Happy birthday dear Abby. Happy birthday to you. God bless you dear. And give you for year to celebrate your birthday. Happy birthday. Hello guys, I know I look so bad because വേർത്ത് കുളിച്ചു ഗൈസ്. നമ്മളപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ ആക്ച്വലി മേലിൽ നിന്ന് ഫെഡ് ലൈറ്റൊക്കെ വെച്ച് കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്തപ്പോഴാണ് നമ്മുടെ മഴ നമ്മളെ ചതച്ചത്. മഴ പെയ്തു. സോ ലൈറ്റൊക്കെ ഓഫാക്കി ഞങ്ങൾ എന്നിട്ട് കുറച്ച് ഫ്ലാഷ് ലൈറ്റ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു. നമ്മളെപ്പോഴും ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണത് നമ്മുടെ മുന്നവേലിയിലുള്ള 4 Angels എന്ന് പറഞ്ഞ ചേച്ചിമാരുടെ സൂപ്പർ ഫുഡ്, ഇൻ ദ സെൻസ് സൂപ്പർ ഫുഡാണ്. സോ അത് ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കണം. സോ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ടേക്ക് എ വീഡിയോ ബിക്കോസ് ചുമ്മാ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. അല്ലേ രുചി? ഐ ലവ് യു. ഹാപ്പി ആനിവേഴ്സറി. ഇറ്റ്സ് ജസ്റ്റ് the first one. Many more to go.
ഞാൻ നിങ്ങൾക്ക് ഫുഡ് കാണിച്ചു തന്നില്ലല്ലോ. എല്ലാവരും കഴിച്ചു, ഓൾമോസ്റ്റ് തീരാറായി. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് പറയുന്നല്ലോ. ഫ്രൈഡ് റൈസ് പിന്നെ കേക്കൊക്കെ നിങ്ങൾ കണ്ടു ഞാൻ വിശ്വസിക്കുന്നു, കാരണം അതൊക്കെ മുറിച്ചു കഴിഞ്ഞു. ആരെങ്കിലും എടുത്തോന്ന് എനിക്കറിയില്ല വീഡിയോ. ഹായ് ഗൈസ്, സമയം എത്രയായിരുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല, ബിക്കോസ് ഫുൾ തിരക്കിലായിരുന്നു. എല്ലാവരും പോയി, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഐ തിങ്ക് എവ്രി വൺ വാസ് ഹാപ്പി ആൻഡ് ഐ എം ഓൾസോ ഹാപ്പി. മമ്മീയും ഡാഡിയും പോയി. ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവിടെ നിൽക്കാമെന്ന്, ബിക്കോസ് എന്തായാലും ലേറ്റായി. പിന്നെ ഇപ്പോൾ അച്ചു, അലൻ, റയൻ ഫ്രണ്ട്സ് ഉണ്ട്. കുറേ പേർക്കൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ്സ് ഓക്കെ. ഇനിയും ഒരു ആനിവേഴ്സറി ഒക്കെ നമുക്കപ്പോൾ പൊളിക്കാം. ലാസ്റ്റ് ഇയർ ഈ സമയത്ത് ആക്ച്വലി ഞങ്ങളുടെ ബാച്ചിലർ പാർട്ടി ആയിരുന്നു. എൻ്റെ റോഹനെ ഒരുമിച്ചായിരുന്നു, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മെനി ഫ്രണ്ട്സ്. എൻ്റെ സൈഡിൽ നിന്ന് 2 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് വാസ് സോ ഫൺ. സത്യം പറയാലോ, എന്താ അടിപൊളിയായിരുന്നു ഓർക്കുമ്പോൾ കച്ചിൽ വരുന്നേ എനിക്ക്. കാരണം ഒരു വർഷം പോയത് അറിഞ്ഞില്ല. ഇറ്റ് വാസ് സോ ഹാപ്പി ആൻഡ് ഇറ്റ് വാസ് സോ ഹാപ്പനിങ്. എവ്രി ഡേ ദെയർ വാസ് സംതിങ് ലൈക്ക് ഇറ്റ് വാസ് സോ നൈസ് ആക്ച്വലി. കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, കുറേ നല്ല മെമ്മറീസും ഉണ്ടായി, കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഇയർ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ഗുഡ് ഇയർ, ബിക്കോസ് നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സിൻ്റെ വില മനസ്സിലാവുന്നത്, നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ലൈക്ക് എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിനോട് ഭയങ്കര വിലയാണ്, ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളോടും ഭയങ്കര വിലയാണ്. ദാറ്റ്സ് വൈ ഐ ട്രൈ ടു ബി ഹാപ്പി ഓൾമോസ്റ്റ് ഓൾ ദ ടൈം. എപ്പോഴൊന്നും ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല, ഞാൻ പോലും എപ്പോഴും ഇങ്ങനെ ചിരിച്ച് നിൽക്കും. പക്ഷെ ഞാനും ലൈക്ക് സഹിക്കാൻ പറ്റാതെ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയങ്ങളുണ്ട്, ബിക്കോസ് ഐ എം ഓൾസോ ഹ്യൂമൻ. ബട്ട് ഐ ട്രൈ മൈ മാക്സിമം ടു ബി ഹാപ്പി ആൻഡ് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഇതെന്ന് തീരുന്നു എന്നൊന്നും നമുക്കറിയില്ല. സോ നമ്മൾ ജീവിക്കുന്നത് വരെ സന്തോഷമായിട്ടിരിക്കുക, ലൈക്ക് ഹാപ്പനിങ് ആക്കുക. സോ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, എനിക്ക് ആക്ച്വലി ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. നമ്മളെല്ലാ ഫ്രണ്ട്സും കസിൻസും ഒക്കെ കൂടി ഡാൻസ് പരിപാടി കാര്യങ്ങളുണ്ട്. സോ ഐ വാണ്ടഡ് ടു ഹാവ് കുറേ ഡാൻസ് പരിപാടികൾ ദിസ് ഇയർ ഓൾസോ. ചെറിയ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 5-6 പേരുള്ളൂ, 5-6 പോലില്ല, 5 പേരുള്ളൂ. അപ്പം മേലിൽ ഞങ്ങൾ ആക്ച്വലി ഫെഡ് ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വാടകയ്ക്ക്. പക്ഷേ മഴ പെയ്തപ്പോൾ നമ്മൾ തിരിച്ചു താഴെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഒന്നും കൂടെ നടക്കുമെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചേ ഉള്ളൂ ആക്ച്വലി. And I'm so happy and I'm so thankful to God. First thing, God, and to my husband, my favorite thing in the whole world, my husband. I love you so much. Pinna and the parents, my mom and dad-in-law, my grandparents, and every one of you who have always prayed for us. I'm so thankful for this life. I'm really grateful. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും കല്യാണമൊക്കെ കഴിക്കും, അതും ഒരു ലവ് മാരേജ്. എൻ്റെ മമ്മിനെ അച്ഛനെ പോലെ, റോഹൻ്റെ മമ്മിനെ ഡാഡിനെ പോലെ ഞങ്ങൾക്കും ഒരു ലവ് മാരേജൊക്കെ ഉണ്ടാവുന്നു. ഐ നെവർ തോട്ട് ഇൻ മൈ ലൈഫ് ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. അതും ഒരു വർഷമായി. 1 year of happiness and counting. ഇനിയും നിങ്ങളെന്തായാലും ഉണ്ടാവും. ഇനി എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റാവുന്ന കാലം വരെ ഐ ബി വ്ളോഗിങ്, നോ മാറ്റർ വാട്ട്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും എന്നെ അധികം പേരൊന്നും കണ്ടില്ലെങ്കിലും കാണുന്ന കുറച്ച് പേർക്ക് വേണ്ടി ഞാൻ എപ്പോഴും വ്ളോഗ് ചെയ്യും. സോ നമുക്ക് ഡാൻസ് പരിപാടി. ഹലോ ഗൈസ്, നമ്മൾ എവിടെയാ പോകുന്നത്? സ്റ്റേക്കേഷൻ ഗൈസ്. നമ്മുടെ ഇന്നലത്തെ ആനിവേഴ്സറിയുടെ ഒഫീഷ്യൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റേക്കേഷൻ ടു ക്രൗൺ പ്ലാസ. കാരണം നമ്മൾ പോവാത്ത എവിടെയെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു. സോ വി തോട്ട് ക്രൗൺ പ്ലാസ. So let's go. Are you happy? Are you excited? നമ്മൾ അങ്ങനെ ഒരു വർഷമായി
മേടിച്ചതാ, അല്ല ഗ്ലാസ് വെച്ചത് ബിക്കോസ് ഇത് മേടിച്ചിട്ട് എനിക്ക് അധികം അവസരങ്ങൾ കിട്ടിയിട്ട് ഇത് വെക്കാൻ. സോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് വെക്കുക, ഇതിന് പോയി ആ പൈസ എങ്ങനെയെങ്കിലും മുതലാക്കുക. പിന്നെ എന്നാലും ഇറ്റ്സ് പ്രൈസ്ലെസ്. ചെക്ക് ഇൻ ചെയ്തു, എത്തി. ഗൈസ് ലുക്ക് അറ്റ് ദിസ് വ്യൂ. റൂം നമ്പർ 12 അങ്ങനെ എന്തായാലും 1205. നല്ല രസമില്ല? ഞാനിതാ ദേവിയുടെ മമ്മിയുടെ കമ്പനി അല്ലേ? അതല്ലേ അത് മമ്മിയുടെ കമ്പനി തന്നെയാണോ? ആ ഓക്കെ 1205. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഗായ്സ്. ഭയങ്കര സൈലൻസ് അല്ലേ ഇവിടെ? ഈ ഫ്ലോറിൽ ആരില്ലേ? ഓക്കെ ഐ ആം സോ സോറി. ഓക്കെ ലെറ്റ്സ് പുട്ട് ഇൻ ദ കാർഡ്. ഓക്കെ അയ്യോ അത് എനിക്കറിയില്ലായിരുന്നു. ഓ നമ്മളപ്പോൾ നല്ല റൂമുണ്ട്. ഹായ് ഗായ്സ്, ഇത്രയും വേഗം നമുക്കൊരു റൂം ടൂർ ഉണ്ടായിരിക്കും. Yeah, it's too big. Wow! Kollato, room tour. Hello sir, welcome to our Kirvan Plaza. Come on in. So, right now, okay. You're a new cameraman. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു കബോർഡ് ഉണ്ട്, അതിൽ ഒരു ബാത്റൂം ഉണ്ട്, പക്ഷെ ഒരെണ്ണേ ഉള്ളൂ വിച്ച് ഇസ് വിയർഡ്. പിന്നെ ചേർപ്പൊക്കെ ഉണ്ട്. അയ്യോ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ലോക്കർ ആൻഡ് ഓൾ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പിന്നെ കുളിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പിന്നെ ഷവർ ക്യാബ്, എവറിത്തിങ്. ഷാംപൂ ആൻഡ് ഓൾ. ഓ ഇതൊക്കെ ഇതെങ്ങനെ കൊണ്ടുവരുന്നത്? ഞാനൊക്കെ ഇവിടെ നിന്നായിരിക്കും മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ടവൽസ്, ടിഷ്യൂ. ഓക്കെ ഹാൻഡ് വാഷ്, ലോഷൻ. അവിടെ ഇവിടെ കയറുന്നു. ഷാംപൂ, പക്ഷെ ഇതൊന്നും അല്ല എൻ്റെ ഫേവറേറ്റ് പാർട്ട്. ഞാൻ പോയിന്റ് ഫൈവ് ടൺ എടുക്കണം. പോയിന്റ് ഫൈവ് ടൺ എടുക്കണം. വേറൊരു ഹോട്ടലിൽ കണ്ടിട്ടുണ്ട്. ലൈക്ക് യു ഗെറ്റ് ടു സീ ദ ഹോൾ കൊച്ചി, ഐ തിങ്ക് അല്ലേ? ഒന്നാമത് 12th ഫ്ലോർ ആയതാണ്. ബ്യൂട്ടിഫുൾ. പിന്നെ ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട്, സോഫയുണ്ട്. സോഫയിൽ നിറച്ച് നമ്മുടെ സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ബെഡ് ഇസ് എ ഗുഡ് ബെഡ്. നമ്മുടെ ബെഡ് വലിയ. എനിക്ക് അധികം ഇങ്ങനെ കുഴിഞ്ഞ പോലെ എന്തായാലും പറയണേ, സ്പ്രിങ് അല്ല നമ്മുടെ സ്പ്രിങ് ആണ് ഇത്. സ്പ്രിങ് പോലെ ഇത് വേറെ ഒന്നുമില്ലേ, സോഫ്റ്റ് മാട്രസ് അങ്ങനെ. അതെനിക്ക് അത്ര ഇഷ്ടമാണ്. ഇറ്റ്സ് അൺകംഫി ഫോർ മീ. പിന്നെ സൈഡ് ഡ്രോയേഴ്സ്, ലാമ്പ്, റെഫ്രിജറേറ്റർ വിത്തൗട്ട് എനിത്തിങ്, ഒരു കെറ്റിൽ, വെള്ളം കുപ്പി, ചായ,
outside and a TV which നമ്മൾ എന്തായാലും ഉപയോഗിക്കില്ല. സ്മാർട്ട് ടി വി ആണോ അവിടെ ഇരിക്കുന്നത്? ആണോ? എന്തായാലും നമ്മൾ ഉപയോഗിക്കില്ല. But പിടിപ്പിക്കാൻ പറ്റുന്നില്ല. But this view നമ്മൾ ആക്ച്വലി പൂൾ നോക്കിയത് നമ്മൾ കുറച്ച് നേരം അവിടെ നമ്മുടെ വ്യൂ ഒക്കെ നോക്കി അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു പൂൾ 7 വരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് സംഭവങ്ങൾ നോക്കിയിട്ട് പോകുന്നു വിളിച്ചു. ഇത് നോക്കി സ്കാരി അല്ലേ എക്കുമായിട്ടാ. എന്തോ നമ്മൾ പൂളിൽ ഇറങ്ങിയില്ല ബിക്കോസ് ഫുൾ ആൾക്കാരാണ് വിച്ച് ഈസ് അൺകംഫർട്ടബിൾ ഫോർ ബോത്ത് ഓഫ് അസ്. ഇനി കുറച്ച് ആൾക്കാർ കുഴപ്പമില്ല, ഇത് നല്ല തിരക്കുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വിചാരിച്ചത് നമ്മള് നാളെ മോർണിംഗ് വരാം. 7 to 7 ആണ്. അപ്പൊ നാളെ മോർണിംഗ് വരാം. അല്ലേ? യെസ്. ഇപ്പൊ എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടൊക്കെയാ വന്നത്. സോ ഇറ്റ്സ് ഓക്കെ. പൂളിൽ പോയാലും നമ്മൾ പിന്നെയും ഷവർ ചെയ്യണം. പൂളിൽ കൂടിന് മുന്നേ ഷവർ ചെയ്യണം, കഴിഞ്ഞിട്ട് ഷവർ ചെയ്യണം. ഭയങ്കര തിരക്കുന്നത് കാരണം ഐ തിങ്ക് അവിടെ ഉദ്ദേശിക്കുന്നതനുസരിച്ച് മെമ്പേഴ്സിനും വരാൻ പറ്റും. എന്നാൽ റൂം എടുക്കേണ്ട ആവശ്യമില്ല, ഗസ്റ്റ് മാത്രമല്ല. ഓ അതാണ് അത് വാസ് നൈസ്. യെസ്. ഇവിടെ ഭയങ്കര കൂൾ. നമുക്കിപ്പോൾ ഹോട്ടായിട്ട് ചായ നിങ്ങൾക്ക് റൂമിൽ പോയിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നോക്കാം. ആ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് റൂമിൽ കൊണ്ടുപോകാം. സോ നമ്മൾ നമ്മുടെ സ്പോട്ട് കണ്ടുപിടിച്ചു. യെസ്. ഇത് ഐ തിങ്ക് അരോമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ കാഫേ അല്ലേ? കാഫേ പോലെ പിസ്സ, ബർഗേഴ്സ്, ഡെസേർട്സ്, ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടുച്ചി വാസ് ഹംഗ്രി ആക്ച്വലി. എനിക്ക് വിശപ്പില്ല, ഞാൻ ഭക്ഷണം കഴിച്ചു, ബിരിയാണി കഴിച്ചു. അപ്പോൾ നമ്മളൊരു പിസ്സ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് മാംഗോ മാനിയ എന്ന് പറഞ്ഞിട്ട് മാംഗോ തന്നെ ഡെഡിക്കേറ്റഡ് ഒരു മെനു ഉണ്ട്. അപ്പോൾ ദ ഗൈ ആക്ച്വലി സജസ്റ്റഡ് us സംതിങ് ഫ്രം ദാറ്റ്. അപ്പോൾ ആ ഒരു ഡ്രിങ്ക്, ഒരു മാംഗോ, എനിക്ക് സത്യം പേരൊന്നും കിട്ടുന്നില്ല. മാംഗോ വെനില ഫ്രാപ്പ്. പിന്നെ ടാമറിൻ്റെ വേണ്ട പുളിയായിരിക്കും. മാംഗോ വെനില ഫ്രാപ്പ് അത് പറഞ്ഞിട്ടുണ്ട് 2 എണ്ണം. എന്തായാലും നമുക്ക് വന്നിട്ട് കാണാം അല്ലേ? മോക്ടെയിൽസ് ആണ്. മോക്ടെയിൽസ്, ഇറ്റ്സ് നോട്ട് കോക്ടെയിൽ. കോക്ടെയിലും ഉണ്ടിട്ട് ഇവിടെ മാങ്ങ വെച്ചിട്ട് കണ്ടു. അവർ മോക്ടെയിൽ ഇതാണ് വന്നിരിക്കുന്നത്. കുറേ മാങ്ങയൊക്കെ ഉണ്ട്. മാംഗോ ഭയങ്കര മീൻസ് ചില്ലി സോസാണ്, സ്പൈസി. എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിസ്സ വന്നിട്ടില്ല. പക്ഷേ ആ പിസ്സ എനിക്ക് ആക്ച്വലി കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ അധികം പ്രൈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മുടെ ഹോളിഡേ പിന്നെ നമ്മുടെ പന്തൽ കഫേ അവിടത്തേക്ക് പിസ്സയുടെ അത്രയും പോലും പ്രൈസ് ഇല്ല കേട്ടോ. ആക്ച്വലി ഒരു 600 റേഞ്ച് എന്തോ അല്ലേ. ആൻഡ് ഞാൻ വിചാരിച്ചപ്പോൾ ചെറിയ പിസ്സ ആയിരിക്കുന്നു, പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ലെറ്റ്സ് ഡിഗ് ഇൻ. സ്പൈസി ആണെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ട്രൈ. പിന്നെ ഈ മാംഗോയുടെ സാധനം ഉണ്ടല്ലോ, അടിപൊളി അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഐ റിയലി ലവ് ഇറ്റ്. ഞാൻ വെച്ചാൽ ഭയങ്കര മാംഗോയിഷ് ഫ്ലേവറുള്ളൊരു നല്ലൊരു ഷേക്ക്. ഞാൻ എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്. I'm not a food reviewer. I'm sorry guys. It tastes amazing. അത്രയുള്ളൂ, നല്ല ടേസ്റ്റ്. ഇതിനൊരു 250 റുപ്പീസാണ് ഡ്രിങ്കിന്. ഗായ്സ് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഒന്നും പറയണ്ട, വയറ് നിറഞ്ഞ് പൊട്ടി തിരക്കാറായി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പാക്ക് ചെയ്തു. ബിക്കോസ് ഇറ്റ് വാസ് എ ഗുഡ് ക്വാണ്ടിറ്റി. ഭയങ്കര ഹെവി ആയിരുന്നു ആക്ച്വലി. ആ മാംഗോ ഫ്രാപ്പേ വാസ്
സോ മച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ കുടിച്ച് തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. പിസ്സ വാസ് ഗുഡ്, ദ മാംഗോ ഫ്രാപ്പെ വാസ് ഗുഡ് ആൻഡ് ക്വാണ്ടിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വർത്ത് ദ മണി. പൈസ ഉള്ളത്. ഇന്ന് നമുക്ക് റൂമിലോട്ട് പോകാം. എന്തായാലും വയറ് പറഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. രാത്രിത്തെ നമ്മുടെ വ്യൂ നോക്കൂ. ഞങ്ങളെല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഇതെടുക്കാൻ വേണ്ടി റിഫ്ലക്ഷൻസ് തന്നെ. അത് നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം സൗണ്ട് ഉണ്ടാക്കുന്നില്ല, ബിക്കോസ് ഇവിടെ അധികം ആൾക്കാരില്ല. ഇറ്റ്സ് വെരി ഹോളോ, സോ എക്കോ ഉണ്ടാവും. ഞാനപ്പോൾ റേഡിയോയൊക്കെ ഇറങ്ങി ഞാൻ നമ്മുടെ വീഡിയോ കാണിച്ച ഡ്രസ്സൊക്കെ ഇട്ടു ആൻഡ് ഫുൾ ഓൺ. ആൻഡ് 11 മണിയായി. 11 മണിയാണല്ലോ, 10:30 അപ്പോൾ നമുക്കൊരു കേക്ക് മേടിക്കണം എന്ന് ഐ എം പ്ലാനിങ്. ഐ മീൻ നോട്ട് എ ഫുൾ കേക്ക്, കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഒരു സ്മോൾ പീസ് ഓഫ് കേക്ക് താഴത്തൊരു കടയുണ്ട്, നമ്മൾ ഈവനിങ് പിസ്സ കഴിച്ച കട. അവിടെ നിന്നൊരു ചെറിയ കേക്കൊക്കെ മേടിച്ച് 12 ആകുമ്പോൾ യു ജസ്റ്റ് ഹാവ് ഇറ്റ്. ഐ എം സോ എക്സൈറ്റഡ് ആക്ച്വലി, കാരണം ഇറ്റ്സ് 1 year. എത്ര പെട്ടെന്ന് പോയി, പക്ഷെ എത്ര നല്ലതായിരുന്നു. ദ ബെസ്റ്റ് ഇയർ ഓഫ് മൈ ലൈഫ്. താങ്ക് യു മൈ ഹസ്ബൻഡ്. അവിടെ നിൽപ്പുണ്ട്. ഞാൻ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ട്. Happy 1 year together. Happy 1 year together. I love you. ഞാനേ കറക്റ്റ് പറഞ്ഞത് ഞാൻ ഇത്ര നേരം ഹാപ്പി ആനിവേഴ്സറി കറക്റ്റ് 12ന്റെ അവിടെ വന്ന് നീഡൽ ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോ ഞാനാ Please forgive us. Happy 1 year together. Happy 1 year together. 1 year of married life together. Let's see. I love you. I love you more. അങ്ങനെ ഗൈസ് ഞങ്ങൾ 1 വർഷമായി ഗൈസ്. 1 month of married life. Are you happy? It was very expensive. So this small piece. ഇവിടെ കൈയുടെ അത്രേ ഉള്ളൂ, ബിക്കോസ് ഞങ്ങൾ വലിയ കേക്ക് മേടിക്കാൻ വേറെ ഒന്നും കണ്ടല്ലോ. വീട്ടില് 2 കേക്ക് ഉണ്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി. ലവ് യു. അതുകൊള്ളാം. ടോപ്പിംഗ് മൂസ്. സോ മിസ്റ്റർ റോഹൻ, I have some questions prepared for you. 1 വർഷം ആവാൻ വേണ്ടി കാത്തിരിക്കണയായിരുന്നു ഞാൻ ചോദിക്കാം. അറിയട്ടെ. Okay. How was the last 1 year with you as your wife? അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ കുറെ എൻജോയ് ചെയ്ത്, ഞങ്ങൾ കുറെ സ്ഥലങ്ങളിൽ പോയി, ഞങ്ങൾ കുറെ സ്നേഹിച്ച്, കുറെ ഉണ്ടായിരുന്നു. 2 പേരും ജോലി കിട്ടി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി 1 year കൊണ്ടല്ലേ ലൈഫില്. പോയത് അറിഞ്ഞില്ല ഗൈസ്, 1 വർഷമൊക്കെ ആയി. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് കരച്ചില് വരും അങ്ങനെ ഓർത്താ. കല്യാണം ഇന്നലെ കഴിഞ്ഞ ഫീലിംഗ് അല്ലേ. ലാസ്റ്റ് ഇയർ ഈ സമയം നമ്മുടെ ലൈഫിലൊക്കെ ബെസ്റ്റ് ടൈം ആയിരുന്നില്ലേ. അത്രയും നമ്മള് എൻജോയ് ചെയ്തു, അത്രയും മെമ്മറബിൾ.
തലേ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് ഓണിയായിരുന്നു. ആൻഡ് ടുമോറോ ഇസ് അവർ വെഡിങ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല മിസ്റ്റർ റോഹൻ. സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ദ കേക്ക് ആൻഡ് ലുക്ക് അറ്റ് യുവർ വൈഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ടഫ് ക്വസ്റ്റ്യൻ ഗൈസ്. നേരത്തെ പ്രാവശ്യം ചോദിച്ചിരുന്നു. As a wife, on a scale of 1 to 10, how much do you rate me? 10. ഹോട്ട്നെസ്സിലും 10, ലവിലും 10, എല്ലാത്തിലും 10. ആണെങ്കിൽ ഞാൻ 100 പറഞ്ഞു. അടുത്ത ഇത്രയും ഭംഗിയുള്ളൊരു ഭർത്താവളപ്പം ഞാൻ ഇച്ചിരിയെങ്കിലും ഭംഗിയാണ്. Baby, you have done nothing and you look so handsome. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സോ 1 year ആയല്ലോ. ഈ 1 yearൽ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി, ഫേവറേറ്റ് ആൻഡ് ഏറ്റവും വേഴ്സ്റ്റ് ശോക മെമ്മറി ഓർക്കാൻ ആഗ്രഹിക്കാത്ത എൻ്റെ ഒപ്പം. ഏറ്റവും ബെസ്റ്റ് മെമ്മറി എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഞങ്ങൾ കല്യാണം തന്നെ. കല്യാണ ദിവസം ഞങ്ങൾ അവിടെ അൽത്താരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോ കണ്ടില്ല ഗൈസ്, എല്ലാരും കണ്ടു. പള്ളിയില്ല അങ്ങനെയല്ല, ബേബി കരയാൻ പോണത് കണ്ടു. പക്ഷെ ബേബി കരയുന്നത് ഞാൻ കണ്ടില്ല. ഞാനും എന്റെയും ഫസ്റ്റ് ടൈം ഗെറ്റിംഗ് മാരീഡ് ഐ വാസ് ഓൾസോ ലൈക്ക് ഷിറ്റിംഗ് മൈ പാന്റ്സ് ഫീലിംഗ് ആയിരുന്നു എനിക്ക്. യൂട്യൂബറായി. അയ്യോ, എല്ലാവരും ഇപ്പൊ എവിടെ പോയാലും ഇപ്പൊ യൂട്യൂബാണ്. എല്ലാവരും കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. I am just a small channel. കോൾസ് വരാൻ തുടങ്ങി. എനിക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഇട്ട് ഞാൻ ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ എന്നാലും എല്ലാവരും വിളിക്കാം. അപ്പൊ അതേം ചെയ്യാം. ബൈ ബൈ. ഗൈസ്, I have made tea for us. കോമഡി ആയിരുന്നു കേട്ടോ. ആദ്യം ഞാനിത് ഓപ്പൺ ആക്കിയപ്പോൾ ആക്ച്വലി ഇതിന് സ്മോക്ക് കുറച്ച് പോയി. ഞങ്ങൾ പാനിക് ചെയ്തു ബിക്കോസ് ദിസ് ഇസ് നോ സ്മോക്കിംഗ് റൂം. ഭാഗ്യത്തിന് പ്രശ്നമൊന്നും ആയില്ല. പിന്നെ ഇത് നമ്മളിപ്പോൾ കേബിൾ ടി വി ആദ്യം മര്യാദ ചാനൽസ് ഇല്ല, പക്ഷെ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് സമ്മൺ ഇസ് സോ കോസി. ഹായ് ചച്ചിവൻ. ഹായ് ഗൈസ്. പിന്നെ ഞാനും ഇവിടെയുണ്ട്. ഹായ്. ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല. ഐ ഹാവ് ടു ചേഞ്ച് സൂൺ. സോ ലെറ്റ്സ് ഗോ. Good morning. It's the next day. It's the anniversary. ഇന്നാണ് നമ്മുടെ ദിവസം. ഞങ്ങൾ രണ്ടുപേരും we woke up to this beautiful view. കാരണം ഞങ്ങൾ രാത്രി കർട്ടൻസ് തുറന്നിട്ടത്. ആൻഡ് look at this guys. Look at this beauty. പുറത്ത് മഴ വേണമായിരുന്നു. ഞാനിപ്പോൾ ഒരു 7 മണിയായപ്പോൾ എണീറ്റു. അപ്പോൾ ആക്ച്വലി ഇത് ലൈക്ക് സ്കൈ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങി 8 മണിക്ക് എണീറ്റപ്പോഴേക്കും ഒന്നും കാണാനില്ല. ഫുൾ ഫോഗ് ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യു ക്യാൻ സീ ദ റെയിനി ക്ലൗഡ്സ് ആൻഡ് ഓൾ. പുറത്ത് മഴ പെയ്യുമ്പോൾ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ കുട പിടിച്ച് വെക്കുന്നുണ്ട്. പാവങ്ങൾ. അത് കൊടുക്കുമ്പോൾ വിഷമോട്ടോ. ബിക്കോസ് ഈവൻ റോഹനാണെങ്കിലും ബിക്കോസ് ഹീ ടേക്സ് ലൈക്ക് ഓൺ ട്രാൻസ്പോർട്ട്. മഴ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അങ്ങനെ ഓർക്കുമ്പോൾ അകത്തിരിക്കുമ്പോൾ മഴ നല്ലതാ, പുറത്തിറങ്ങി ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് റൈറ്റ്. എനിക്കും റോഹനും ആക്ച്വലി ഈ റൂം ഭയങ്കര ഇഷ്ടമായി. ഐ തിങ്ക് ദിസ് ഇസ് അവർ ഫേവറേറ്റ് വൺ ഔട്ട് ഓഫ് ഓൾ ദ സ്റ്റേക്കേഷൻസ്. പിന്നെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ പൂളിൽ പോയില്ലല്ലോ, സോ നേരത്തെയൊക്കെ എഴുതിയിട്ട് പൂളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് വി വെർ സോ ടയേർഡ് ആൻഡ് സ്ലീപ്പി. പിന്നെ നോക്കൂ പുറത്ത് മഴയുമുണ്ട്. അപ്പോൾ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം ഇപ്പോൾ 9:30 ആവും, 10:30 വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾക്ക് നോക്കാം, മേ ബി വിൽ ഗോ ടു പൂൾ. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ ഇന്ന് രാത്രി ഡിന്നറിന് പോകുന്നുണ്ട്. ദാറ്റ്സ് നത്തിങ് മച്ച്. നമ്മൾ ഫാമിലിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു, ഞങ്ങളും സെലിബ്രേറ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി. ലൈക്ക് ഇറ്റ് ഓൾ കെയിം ഔട്ട് ഗുഡ്. താങ്ക് ടു ഗോഡ്. ഗുഡ് മോർണിംഗ് സ്ലീപ്പി ഹെഡ്. Good morning, guys. ഗുഡ് മോർണിംഗ്. തലവേദന ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ചൂട് നാടൻ ചായയും ഞാനൊരു ഹവായൻ സാൻഡ്വിച്ചും ഒരു സോസേജ് എടുത്തുള്ളൂ. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഹാവ് ടു മച്ച് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ദോശ പരത്തിട്ട് ചൂട് ഗീ റോസ്റ്റ്, ബേബിക്ക് മസാല ദോശ, സൂപ്പർ. പിന്നെ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട്, കുറേ നാടൻ ഫുഡ്സ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? പൈനാപ്പിൾ കുഴപ്പമില്ല. നൈസ് ടേസ്റ്റ്. നല്ലതാ. ഞാൻ പൈനാപ്പിളിന് അലർജിക്കാണെന്ന് എനിക്ക് സംശയം. കൊള്ളാല്ലേ? ടേസ്റ്റ് സൂപ്പർ കേട്ടോ. അതാണ് ഈ ഹവായൻ പിzzയൊക്കെ പൈനാപ്പിൾ. ഇറ്റ്സ് ഗുഡ്. എനിക്ക് തീർന്നു, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതിപ്പോൾ മൈ ചൂട് ചൂട് ഗീ റോസ്റ്റ്. പിന്നെ ആസ്റ്റല്ല എന്തെങ്കിലും ഒന്ന് വേണോ, ലൈക്ക് വാഫിളും പാൻ കേക്ക്സും ഒക്കെ ചൂടായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ആ സൈസ് ആയിട്ട് എന്നാൽ വാഫിൾ കഴിക്കാം. ഞാൻ ഇതുവരെ ഹോട്ട് വാഫിൾസ് ട്രൈ ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും ഐസ്ക്രീമിൻ്റെ പോലെ. താങ്ക് യു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ബേബി ഗായ്സ്, നമ്മുടെ ബേബി രണ്ടപ്പവും ഒരു മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയാന്നാ പറയണത്. എൻ്റെ വായിൽ പക്ഷേ ഗീ റോസ്റ്റ് ഉണ്ട്. ഗായ്സ്, ദ ഫുഡ് കൗണ്ടർ വിൽ ബി ക്ലോസിങ്. ഇപ്പം തന്നെ ക്ലോസ് ചെയ്യും. അത് നേരത്തെ പറഞ്ഞ നമ്മുടെ വാഫിൾ വന്ന് ഞാൻ ഒരു സോ ക്യൂട്ട് ഒരു നൂട്ടെല്ലാടെ ഡിപ്പ് എടുത്തു. ഒരു ബ്ലൂബെറി ജാം ഉണ്ട്, പിന്നെ വിപ്ഡ് ക്രീം. ബേബി അടിപൊളി സാധനം. ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ചു. വാഫിൾസ് ഗുഡ്, ദോശ അടിപൊളി, ചായ സൂപ്പർ, എല്ലാം കൊള്ളായിരുന്നല്ലേ. എനിക്ക് ഇവിടുത്തെ നാടൻ ഫുഡാണ് ഏറ്റവും നല്ലത് അല്ലേ. കൊള്ളാം. പിന്നെ ഞങ്ങളിപ്പോൾ പോയത് റിസപ്ഷനിലോട്ടാണ്. ഒരു കുപ്പി വെള്ളം വേണമായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇന്നലെ ഒരു ലെറ്റർ വന്നായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയ സമയത്ത് നമുക്കൊരു ലെറ്റർ വന്നു. വി ഹാവ് സം കൈൻഡ് ഓഫ് റിവാർഡ്. ആരോട് ഊറൻസിന് പേടിച്ച് എന്തോ റിവാർഡ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഫുഡിനൊക്കെ എന്തോ ലൈക്ക് റെസ്റ്റോറൻറ്റ്സിൽ 25% ഡിസ്കൗണ്ടും ലേറ്റ് ചെക്കൗട്ട് ഉണ്ട്. നമ്മൾ ഇന്നലെ ആക്ച്വലി 4:30 ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കണമായിരുന്നു ലൈക്ക് ചെക്കൗട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയ ഇറ്റ് വുഡ് ഹാവ് ബിൻ ഗുഡ്. നമ്മൾ തിരിച്ച് റൂമിൽ വന്നപ്പോൾ നമുക്കൊരു ലെറ്റർ ഡിയർ റോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇപ്പോൾ ഞാൻ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ദേ ഹാവ് എക്സ്റ്റെൻഡഡ് ഇറ്റ് ടു 2 PM, വിച്ച് ഇസ് ഗ്രേറ്റ്. 2 മണിക്ക് പോയാൽ മതി. അങ്ങനെ നമ്മൾ പൂൾ നോക്കി. ഭാഗ്യത്തിന് എന്തോ 2 പേരുള്ളൂ, അതുമല്ല ചെറിയ മഴയുണ്ട്, വിച്ച് ഈസ് ഗുഡ് ഫോർ അസ്. നമുക്ക് മഴ കുഴപ്പമില്ല. നമ്മളപ്പോൾ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. വി ഹാവ് ടു ചേഞ്ച് ടു നൈലോൺ ക്ലോത്ത്സ്. അപ്പം ഞാൻ ഇവിടെ ഒരു ജേഴ്സിയാണ് ഇടാൻ പോകുന്നത്. ബിക്കോസ് എനിക്ക് നൈലോണൊന്നും ഇല്ല. സോ ലെറ്റ്സ് ഗോ. ഗായ്സ്, നമ്മൾ ഫൈനലി സോ
സോറി ഗൈസ്, ഞാൻ പെട്ടെന്ന് പാനിക്കായ ആൾക്കാരൊക്കെ ഉണ്ട് പോകുന്നത്. നമ്മളങ്ങനെ പൂളിൽ വന്നു. ഭാഗ്യത്തിന് ഇന്നത്തെ അത്ര ആൾക്കാരില്ല, കുറച്ച് പിള്ളേരും ആൻഡ് 2 adults ഉള്ളി. നമുക്ക് ഇറങ്ങാൻ എന്തായാലും നമുക്ക് 2 PM ആണ് ചെക്ക് ഔട്ട്. ഇറ്റ്സ് ഓൺലി 12. സോ ഐ തിങ്ക് 45 minutes മാക്സിമം നമുക്ക് നിന്നിട്ട് ഇറങ്ങാം. ഭാഗ്യത്തിന് എല്ലാ ഹൈറ്റും സെയിം 4.5 ഉള്ളൂ. ഞാൻ 5.3 ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ. ഇതിൽ പക്ഷെ ഭയങ്കര തോന്നുന്നുണ്ടല്ലോ, അത് ഇവിടെ എനിക്ക് ഇത്ര പൊക്കം കുറവാണ്. ഞാൻ 5.3 എന്നല്ല. സ്റ്റെപ്പ് അവിടെ ഉണ്ട്. എല്ലാവരും ഇറങ്ങി. ഇപ്പോഴെനിക്ക് സമാധാനം. മഴയൊക്കെ പെയ്തതുകൊണ്ട് നല്ല രസമുണ്ട്. ആൻഡ് ദ വാട്ടർ ഇസ് നോട്ട് കോൾഡ് ബിക്കോസ് ഐ തിങ്ക് അവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്, സോ ഗുഡ്. ഫോൺ ഞങ്ങൾ എടുക്കില്ലായിരുന്നു. ഇപ്പോൾ ഇത് ഫോൺ എടുക്കാൻ വേണ്ടി പോയതാ. ഇനി നമ്മൾക്ക് റൂമിൽ പോയിട്ട് വരാം. ഗൈസ്, ഞങ്ങളുടെ കുളിച്ച് റെഡിയായി ഞങ്ങളുടെ റൂമൊക്കെ ചെക്ക് ഔട്ട് ചെയ്തു. Will you miss this? I'll definitely miss this. It was a great stay. അതും ഞങ്ങളുടെ ആനിവേഴ്സറി കളർഫുൾ ആയി ഗൈസ്. I'm so happy with this hotel and then definitely I'm going to come back so many times. Yes, അടിപൊളിയായിരുന്നു. പിന്നെ ആ റിവാർഡ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സാറ്റർഡേ നമുക്ക് പോകാം. നെക്സ്റ്റ് സാറ്റർഡേ നമ്മൾ പ്ലാൻസ് ഒക്കെ ഉണ്ട് ഫാമിലി ആയിട്ട്. ബട്ട് we'll see. പിന്നെ ആ റിവാർഡ് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ആ റിവാർഡൊക്കെ ഉണ്ടെന്ന്. നമുക്ക് ചെക്ക് ഔട്ട് 2 PM ആക്കി കിട്ടി. പക്ഷെ നമ്മൾ ഡിസ്കൗണ്ട് ഒന്നും യൂസ് ചെയ്തില്ല. ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ ദി റെസ്റ്റോറൻറ്റ്സ് ലൈക്ക് 25% ഡിസ്കൗണ്ട് കിട്ടും. ഫ്രീ വൈഫൈ, ഫാസ്റ്റ് വൈഫൈ അല്ലേ. പിന്നെ നമ്മൾക്ക് മാത്രം സ്പെഷ്യൽ ഒരു വൈഫൈ ഉണ്ട്. അത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് സോ ഹെൽപ്ഫുൾ. ഗൈസ്, നേരത്തെ റോഹൻ ഒരു ഓഫറിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാൻ അത് ലൈക്ക് പിന്നെ പറയാമെന്ന് പറഞ്ഞത് എനിക്ക് കുറച്ച് നല്ലോണം പറയാൻ വേണ്ടിയാണ്. എന്താ നമ്മുടെ സ്വിഗ്ഗി ആപ്പിൽ ഡൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ഒരു 5 star ഹോട്ടലിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഹി വാസ് സോ നൈസ് ആൻഡ് ഹീ ടോൾഡ് അസ് ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ പോകണമായിരുന്നു. അപ്പോൾ UPI എന്ന പേ ചെയ്യണം. ഹീ ടോൾഡ് അസ് സ്വിഗ്ഗി വഴി പേ ചെയ്യാൻ. നമ്മുടെ സ്വിഗ്ഗി വഴിയോ? അപ്പോൾ പറഞ്ഞു ഓഫേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് സ്വിഗ്ഗി വഴി പേ ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തപ്പോൾ ഐ വാസ് ഡൗട്ടിങ്. കാരണം അവർക്ക് പേയ്മെന്റ് ഒക്കെ കുറവല്ലേ കിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായത് ആക്ച്വലി ദ ഹോട്ടലിന് ഫുൾ എമൗണ്ട് പേ ആവും. പക്ഷേ സ്വിഗ്ഗിയാണ് നമ്മൾക്ക് ഡിസ്കൗണ്ടഡ് റേറ്റ് ചെയ്യുന്നത്. സോ ഇത് സ്വിഗ്ഗിന്ന് നമുക്ക് കിട്ടുന്ന ഓഫറാണ്. അതുകൊണ്ട് നമുക്ക് 5 star ഹോട്ടൽസ് മാത്രമല്ല എല്ലാ മിക്ക ഫേമസ് റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലും ഈ ഓഫേഴ്സ് ഉണ്ട്. ഞാൻ ആകെ ഉദ്ദേശിച്ചത് ഒരു പ്രാവശ്യമാണ്. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും മണ്ടത്തരം കാണിച്ചു. ഞാനും മണ്ടത്തരം കാണിച്ചു. ബിക്കോസ് ഞങ്ങൾ ഇന്നലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയായിരുന്നു, രോമ എന്ന് പറഞ്ഞാൽ. അവിടെയും ആക്ച്വലി 20% ലൈക്ക് വാക്ക് ഇന്നിന്റെ ഓഫറും പ്ലസ് എക്സ്ട്രാ 10% എന്തോ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു. ഞാൻ തിന്ന് കഴിഞ്ഞ് നമ്മൾ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നാളെ നമ്മൾ എവിടെയാ പോണേന്ന് ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ല എവിടെയെങ്കിലും. അപ്പൊ ഞാൻ ഇത് സ്വിഗ്ഗി ഉപയോഗിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാ ഓർത്തത് അരോമയിൽ നമുക്കിത് ഉപയോഗിക്കായിരുന്നു. ഞങ്ങൾ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അരോമയുടെ ഓപ്ഷൻ ഉണ്ട്. സോ അപ്പം നിങ്ങളിനി ലൈക്ക് എവിടെയെങ്കിലും ഡൈൻ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് സ്വിഗ്ഗിയുടെ ഡൈൻ ഔട്ട് നോക്കിയിട്ട് ആ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. നല്ല നല്ല ഹോട്ടൽസിൽ പോയിട്ട് നമുക്ക് 20% 30% നമ്മുടെ ബില്ലിൽ നിന്ന് കുറയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, റൈറ്റ്? സോ ഐ വോണ്ടഡ് ടു ടെൽ ഓൾ ഓഫ് യു ഗൈസ്. ഞാൻ ഒരു പ്രാവശ്യമാണ് ട്രൈ ചെയ്തത്. അത് പക്ഷെ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് ലൈക്ക് ഞാൻ ഈ പ്രാവശ്യം
നമ്മൾക്ക് തന്നെ ഒരു മുൻകൈ എടുത്ത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഐ എം സ്റ്റുപ്പിഡ്. പക്ഷെ നിങ്ങൾ ഇനി പോകുമ്പോൾ ഓർക്കുക, മിക്കവാറും ഇന്ന് ഞങ്ങൾ ഡിന്നറിന് പോണെയാണെങ്കിൽ ഐ എം പ്ലാനിങ് ടു യൂസ് ഇറ്റ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി പറയാം, കാരണം ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ലൈക്ക് ഐ എം ഗോയിങ് ടു യൂസ് ഇറ്റ്. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ ആ സ്റ്റാഫിന്റെ ഹെൽപ്പ് എനിക്ക് കിട്ടിയോണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. ബേബിയാണ് പറഞ്ഞത്, നിങ്ങളോട് ഇത് പറഞ്ഞത് തന്നെ അല്ലേ? കാരണം നമുക്കിത് എന്തോ 3000 സംതിങ് ബില്ല് വന്നതിന് നമുക്ക് 30% കുറഞ്ഞു. കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ലൊരു ഡിസ്കൗണ്ട് ആയിരുന്നു അതല്ലേ? യെസ്. എവിടെയാണ് നമ്മൾ? ഗോൾഡ് ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോ, അങ്ങനെ ഉണ്ടല്ലേ? നമ്മൾ ആക്ച്വലി വീട്ടില് ഫുഡ് ഉണ്ടായിരുന്നില്ല, അപ്പൊ പറഞ്ഞ് പുറത്തുനിന്ന് കഴിച്ചോളാൻ. ഫുഡ് ഉണ്ട്, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടായിരുന്നത് എന്തോന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഇവിടെയോ? അവിടെ വീട്ടിൽ ഫിഷാണോ? പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നു എന്താ നമ്മൾ പ്ലാൻ ബി പോവാന്ന് വിചാരിച്ചു. പിന്നെ പ്ലാൻ ബി നമ്മൾ ലൈക്ക് പോവാറില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. സോ ഇവിടെ കണ്ടോ സീ വ്യൂ ഉണ്ട്. പണ്ട് ന്യൂ ഇയർ ഇവിടെ നടത്തില്ലായിരുന്നു നമ്മുടെ ബീച്ചില്. അപ്പൊ ആ സമയത്ത് ഇവിടെ ലൈക്ക് ഫോറിനേഴ്സ് നിക്കണത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മഴ അങ്ങനെ വരുന്നൊന്നുമില്ല. സ്വിമ്മിംഗ് പൂളിൽ ചാടിയപ്പോൾ ഞാൻ കുറച്ച് നീന്താൻ ശ്രമിച്ചു. നീന്താതെ നീന്തിയതുകൊണ്ട് എനിക്കിവിടെ ഓർഡർ ഫുഡ് ഐസ്റ്റിയൊക്കെ ഉണ്ട്. കുറേ നീന്തുണ്ടായിരുന്നു. ഇത് ഡ്രിങ്ക്സ് ആണ്, ഇത് വൈൻ ആൻഡ് ബിയർ. സോ സൂപ്പ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ടല്ലേ. സീ ഫുഡ് എനിക്ക് വേണ്ടാണ് അലർജി. എനിക്ക് സീ ഫുഡ് ഇഷ്ടമല്ലേ. നല്ല പൊടി എന്തായാലും കൂടെ മുല്ലപ്പെരിയാർ കൊണ്ടുപോകുന്നൊരു ഡൗട്ടുണ്ട്. അതിപ്പോ ഇനി നാളെ തൊട്ട് പോവാൻ പറ്റില്ല, അവർക്ക് ട്രോളിങ് ഇത് കടല്. ഇല്ല, ഇന്നലെ ഇത്ര മഴയില്ലായിരുന്നല്ലോ, ഇന്നാണ് മഴ തുടങ്ങിയത്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ ലോലിപോപ്പാണ്. ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ച് നാടൻ ഫുഡ്സാണ്, പിന്നെ സീ ഫുഡാണ് മെയിൻ. പക്ഷെ എനിക്ക് സീ ഫുഡ് അലർജി ആയത് കാരണം ബേബി സീ ഫുഡ് ഇഷ്ടം. എന്നാലും ബേബിയും ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ ചിക്കൻ എനിക്ക് ലൈക്ക് കറിയൊക്കെ ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്. പക്ഷേ ഐ തോട്ട് ലെറ്റ്സ് ഓർഡർ ലോലിപോപ്പ് ബിക്കോസ് നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. പിന്നെ വിങ്സ് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ഓർഡർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത് കറക്റ്റ് അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഐ തോട്ട് മേ ബി നൂഡിൽസ് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ബേബി തിന്നത് കൊണ്ടാണ് അവിടെ പറഞ്ഞില്ലാത്തത്. അപ്പോൾ ബേബി പറഞ്ഞത് നല്ലതാണെന്നാണ് പറഞ്ഞത്, കണ്ടിട്ട് നല്ല രസം. ഗൈസ് നമ്മളപ്പോൾ ഈ മൂന്ന് ലോലിപോപ്സ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് മിക്കടുത്തും ഇപ്പം നമ്മൾ ഡ്രംസ് കഴിക്കുന്നതും ഭയങ്കര സോസി ആയിരിക്കും. പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് സോസ് ആയിരുന്നു, അതും നല്ലോണം ഫ്രൈഡ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ നൂഡിൽസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം. വയറെന്ന് അറിയുന്നതിൻ്റെ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിങ്സ് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല ഇനി. നോക്കാം. വയറെന്നറിഞ്ഞു ഓൾറെഡി. ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. സോ എനിക്ക് ആക്ച്വലി ബീച്ചിൻ്റെ ഇവിടെ ഔട്ട്ഡോർ ഉണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരും ഔട്ട്ഡോറിലിരിക്കണം കണ്ടേ, പക്ഷെ നമ്മൾക്ക് ഒബ്വിയസ്ലി മഴ ആയതുകൊണ്ട് ഇരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു ഒന്ന് ഔട്ട്ഡോർ പോകാം. ബീച്ച്, നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇറ്റ്സ് സച്ച് എ ഗുഡ് പ്ലേസ് ടു കം, റൈറ്റ്? യെസ്.
വെയിറ്റ്. ഐ എം സോ ഹാപ്പി കേട്ടോ. ഐ എം സോ ഹാപ്പി. താങ്ക്സ് ടു ഗോഡ്. നമുക്ക് പോവാം. എൻ്റെ മുടിയൊക്കെ പറഞ്ഞൊരു ഒരു കാര്യമായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ലുക്ക് മൈ ഹസ്ബൻഡ്. പൂളിൽ നോക്കാം. ഇവിടുത്തെ വില്ലാസം ഉണ്ടോ? നല്ല രസമില്ലേ? നിങ്ങൾ നമുക്കൊരു ദിവസം എടുക്കാം. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ വ്യൂയോടെ എണീക്കാം. പിന്നെ ഇവിടെ തന്നെ ഒരു അടിപൊളി പൂളും ഉണ്ട്. കൊള്ളാമല്ലോ ആക്ച്വലി. ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണേ. നല്ല പൂൾ ബേബി. ഭയങ്കര ഒരു നാച്ചുറൽ വൈബ് അല്ലേ? ഡാർക്ക് ബ്ലൂ. നല്ല രസമുണ്ടല്ലേ? കേട്ടോ നമ്മുടെ കാർ അവിടെ കിടപ്പുണ്ട്. സോ ലെറ്റ്സ് ഗോ റൈറ്റ്. ലവ് യു. സോറി ഗൈസ്, ഈ വീഡിയോയുടെ ഔട്ട്രോ ആക്ച്വലി ഞാൻ എടുക്കാൻ മറന്നുപോയി. ബിക്കോസ് വി ഡിഡ്ന്റ് ഗോ ടു ഡിന്നർ. കാരണം സ്റ്റേക്കേഷൻ കഴിഞ്ഞ് രണ്ടുപേരും നല്ല ടയർഡായിരുന്നു. വീട്ടിൽ വന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ ബൈ.